എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴിവുള്ള സീറ്റുകളിൽ സെപ്റ്റംബർ 6 വരെ അഡ്മിഷൻ നേടാം. അഡ്മിഷൻ എങ്ങനെ നേടാം, ആർക്കൊക്കെ നേടാം എന്നിങ്ങനെ സംബന്ധിച്ച് പല വിദ്യാർത്ഥികളും എന്നോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും അല്ലാതെയൊക്കെ നിരവധി സംശയങ്ങൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികളുടെ കണ്ണൂർ ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നിവയുള്ള വിവരങ്ങളുടെ അഡ്മിഷൻ വിവരങ്ങളും മറ്റ് പരീക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങളും റിസൾട്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും എന്നിങ്ങനെയുള്ള മുഴുവൻ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ 100 പേർ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, അത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ, കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ UG അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ സെപ്റ്റംബർ 6 വരെ നേടാം. സെപ്റ്റംബർ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റന്നാളാണ്. ഇന്ന് സെപ്റ്റംബർ 4ആണ്. ഇന്നത്തെ എല്ലാ വർക്കും കഴിഞ്ഞു. നാളെ ഒരു ദിവസവും മറ്റന്നാൾ ഒരു ദിവസവും മാത്രം, ഒരു 2 ഡേയ്സ് മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ അവസരം. ഇനി ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ, അത് നീട്ടുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. അപ്പം ഇനി ഈ ഡേറ്റ് നീട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം എന്ന് നമ്മൾ എടുത്തു പറയുന്നത് 31-ാം തീയതി കണ്ണൂർ സർവകലാശാലയുടെ അഡ്മിഷൻ എന്ത് ചെയ്തതാണ്? UG അഡ്മിഷൻ ക്ലോസ് ചെയ്തതായിരുന്നു. അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് വെബ്സൈറ്റിൽ വന്നിട്ടുമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ശുപാർശ പ്രകാരം, ഒരുപാട് വിദ്യാർത്ഥികളുടെ പരാതികൾ കാരണം, കംപ്ലൈൻറ്റുകൾ കാരണം സെപ്റ്റംബർ 2-ാം തീയതിയാണ് എന്ത് ചെയ്തത്? അഡ്മിഷൻ ഡേറ്റ് 6-ാം തീയതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ട് സർവകലാശാല ഉത്തരവിറക്കിയത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് 31-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്ന് സർവകലാശാല അറിയിച്ചിരുന്നെങ്കിൽ 31-ാം തീയതി തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിദ്യാർത്ഥികളുടെ ശുപാർശ പ്രകാരം 2-ാം തീയതിയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത്. അതിനിടയ്ക്ക് 1-ാം തീയതി എന്നൊരു ദിവസം അഡ്മിഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഒരു ദിവസം എന്തായിരുന്നു? അവിടെ അഡ്മിഷൻ ഇല്ലാതെ ക്ലോസ് ആയി കിടക്കുകയാണ്. പിന്നീട് 2-ാം തീയതിയാണ് അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് വെറും ഒരു 90%, ഒരു 10% മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കാരണം 31-ാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ക്ലോസ് ചെയ്തതാണ് സർവകലാശാല. കണ്ണൂർ സർവകലാശാല മാത്രമാണ് 31-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്? 31-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നെങ്കിലും 31-ാം തീയതി വൈകിട്ട് 5 മണി ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു? 4-ാം തീയതി വരെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവർ എന്ത് ചെയ്തു? അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് നീട്ടി. പക്ഷേ കണ്ണൂർ സർവകലാശാല പറഞ്ഞ ഡേറ്റിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും പിന്നീടുള്ള ഒരു ദിവസത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മാത്രമാണ് സർവകലാശാല ഈ 6-ാം തീയതി വരെ നീട്ടിക്കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. ഇനി കണ്ണൂർ സർവകലാശാല നീട്ടിക്കൊടുക്കുമോ എന്നുള്ളതിന് വളരെ സംശയമാണ്. കാരണം ജൂൺ 13-ാം തീയതിയാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആയിട്ടുണ്ട്. 2 മാസം എന്ത് ചെയ്തു? കഷ്ടിച്ച് 2.5 മാസം കഷ്ടിച്ച് ഒരു 15-16 ദിവസം കൂടി കഴിഞ്ഞാൽ 3 മാസം തികച്ചാകുകയാണ് അഡ്മിഷൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 6 എന്നൊരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള
സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 6 മുമ്പായി നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുകയും അഡ്മിഷൻ നേടേണ്ടതുമാണ്. ഇനിയിപ്പോൾ അഡ്മിഷൻ എങ്ങനെയാണ് നേടേണ്ടത്? ഇതാണ് പല വിദ്യാർത്ഥികളും എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റ് രൂപത്തിലും ചോദിച്ചൊരു ചോദ്യം. അതിനായി നിങ്ങൾക്ക് ഈ ഹെഡിങ്ങിൽ കാണുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് തുറന്നു വരുന്ന പേജ് എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് പോകുന്നത് സർവകലാശാലയുടെ അഡ്മിഷൻ്റെ പോർട്ടലിലേക്കാണ്. അതിൽ നിങ്ങൾക്ക് UG, PG, MEd, BEd എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകളൊക്കെ. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്താണ്? UG കോഴ്സാണ്. അപ്പോൾ അവിടെ ആദ്യം കാണുന്ന ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുള്ള എന്താണ്? UG കോഴ്സ്. അപ്പോൾ അവിടെ ആദ്യം കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് കോളേജസ് ഓഫ് UG പ്രോഗ്രാംസ്. അഫിലിയേറ്റഡ് കോളേജ് ഓഫ് UG പ്രോഗ്രാംസ്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകുന്നത് നിങ്ങൾ എന്താണ്? ലോഗിൻ പേജിലേക്കാണ്. ലോഗിൻ പേജിലേക്ക് പോയി കഴിയുമ്പോൾ ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ക്വിക്സ് ആൻഡ് ലിങ്ക്സ് അങ്ങനെ എന്തൊരു ഓപ്ഷൻ അതിൻ്റെ അടിയിലുണ്ട്. അവിടെ അതിൻ്റെ അടിയിൽ ഒരുപാട് ലിങ്കുകൾ കിടപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് നോഡൽ ഓഫീസർ ഇൻചാർജ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോളേജ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിലിപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പം അഡ്മിഷൻ വേണ്ടത് കാസർഗോഡ് വിദ്യാനഗർ കോളേജാണെന്ന് വിചാരിച്ചു. അപ്പോൾ വിദ്യാനഗർ കോളേജ് അതിലെന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് വിദ്യാനഗർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാസർഗോഡ് ഗവൺമെൻറ് വിദ്യാനഗർ കോളേജിലെ നോഡൽ ഓഫീസറുടെ നമ്പർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇത് കാസർഗോഡ് വിദ്യാനഗർ കോളേജിൽ നിന്ന് ഞാൻ ഉദാഹരണം എടുത്തതാണ്. നിങ്ങൾ ഏത് കോളേജാണോ സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് അതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളൊരു കോളേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നോഡൽ ഓഫീസറുടെ നമ്പർ ലഭ്യമാകും. ഞാനൊരു ഉദാഹരണത്തിന് കാസർഗോഡ് വിദ്യാനഗർ കോളേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാസർഗോഡ് വിദ്യാനഗർ കോളേജിൻ്റെ മാത്രമല്ല അതിനകത്തുള്ളത്, എല്ലാവരുടെയും ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അന്നേരം ആ നോഡൽ ഓഫീസറുടെ എന്ത് ചെയ്യും? പേര്, നമ്പർ, പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള Gmail ID, പിന്നെ എന്താണ് അഡ്രസ്സ്, കോളേജിൻ്റെ അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് നോഡൽ ഓഫീസറുടെ മൊബൈൽ നമ്പർ ലഭ്യമാണ്. ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ച് ചോദിക്കണം കോളേജിലേക്ക്. ഇന്ന പോലൊരു വിദ്യാർത്ഥിയാണ് വിളിക്കുന്നത്, അവിടെ ഇപ്പം കാസർഗോഡ് വിദ്യാനഗറിൽ ഏതൊക്കെ കോഴ്സുകളുള്ളത്? എനിക്കറിയുന്ന ഒറ്റ കോഴ്സേ ഉള്ളൂ. എനിക്ക് അവിടെ വേറെ ഏതൊക്കെയോ കോഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് BA ഹിസ്റ്ററിക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ വേണ്ടെങ്കിൽ കാസർഗോഡ് വിദ്യാനഗർ കോളേജ് അവർ ചോദിക്കുക, BA ഹിസ്റ്ററിക്ക് വേക്കൻസി ഉണ്ടോ എന്ന് നോഡൽ ഓഫീസറോട് ചോദിക്കുക. BA ഹിസ്റ്ററിക്ക് അപ്പോൾ അവർ പറയുകയാണ് ആരാണെന്ന് ചോദിക്കും. ഇതൊരു യൂണിവേഴ്സിറ്റി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. സീറ്റുണ്ട്, നീ എന്ത് ചെയ്തോ? 6-ാം തീയതിക്ക് മുമ്പായി വന്ന് അഡ്മിഷൻ എടുത്തോളാൻ നോഡൽ ഓഫീസർ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 6-ാം തീയതിക്ക് മുമ്പായി കോളേജിലെത്തി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. 6-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും അലോട്ട്മെൻറ്റ് മെമ്മോ ഇല്ലല്ലോ അല്ലേ, അത് നിങ്ങൾക്ക് കോളേജിൽ തരും. പിന്നെ ബാക്കിയുള്ള രേഖകൾ എന്താണ്? TC, CC, പിന്നെ SLC, +2 സർട്ടിഫിക്കറ്റ്, എന്നിങ്ങനെയുള്ള ബാക്കി രേഖകളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് കോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരും. ഇനി മറ്റേ റിസർവേഷൻ ഉണ്ടെങ്കിൽ, അത് SC ഉണ്ടെങ്കിൽ റിസർവേഷൻ നൽകിയ സർട്ടിഫിക്കറ്റ്, പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തൊക്കെ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. EWS ഉള്ളവർക്ക് EWS പ്രൊസീഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ NSS ഉള്ളവർക്ക് NSSൻ്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെയിറ്റേജ് ഒക്കെ പ്രൊസീഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 6-ാം തീയതിക്ക് മുമ്പായി കോളേജിൽ പോയി നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ്
അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇനി ആർക്കൊക്കെ അഡ്മിഷൻ നേടാം? ആർക്കൊക്കെ അഡ്മിഷൻ നേടാം? വേണ്ട, അത് +1 പറഞ്ഞ ഡയലോഗല്ല, അത് വേണ്ട. എന്താണ്, ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും, പിന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, കിട്ടിയ സീറ്റ് നഷ്ടമായവർക്കും, ഇതുവരെ രജിസ്റ്റർ പോലും ചെയ്യാത്തവർക്കും, ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യുക, എല്ലാവർക്കും ഇതിനായി പങ്കെടുക്കാമെന്നർത്ഥം. എടാ, ഉദാഹരണത്തിന് ഇപ്പോൾ നീ അലോട്ട്മെന്റിന് അപേക്ഷിച്ചിട്ടു, നീ അലോട്ട്മെന്റിലെല്ലാം അപേക്ഷിച്ചു, നിനക്ക് ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചില്ല, നിനക്കും പങ്കെടുക്കാം, നിനക്കും വിളിച്ചു ചോദിക്കാം, സീറ്റ് ഉണ്ടെങ്കിൽ പോയി എടുക്കാം. ഇനി അപേക്ഷ കൊടുത്തിട്ടും കിട്ടിയില്ല, ഇനി ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ പോയൊരു കുട്ടിയാണോ, എങ്കിലും കുഴപ്പമില്ല, ആ രജിസ്റ്റർ എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 600 രൂപ, ഇപ്പോൾ SC/ST കാറ്റഗറി ആണെങ്കിൽ 300 രൂപയും ജനറൽ കാറ്റഗറി ആണെങ്കിൽ 600 രൂപയും നൽകി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് കൊണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് പോയി അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് നിങ്ങൾ പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, എന്നാൽ നിനക്കും പോവാം, നിനക്ക് മറ്റൊരു കോളേജിലെ മറ്റൊരു കോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു കോളേജിലെ അതേ കോഴ്സ്, നിനക്ക് എന്താണ് താല്പര്യം, നിനക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഓൾറെഡി പല കോളേജിലും സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പറ്റില്ല, കാരണം റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻതൂക്കം, അത് ഓർക്കുക. കാരണം റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആ കോളേജിൽ നേരിട്ടെത്തി അവിടെ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലാതെ അവർ പറയുകയാണ് റാങ്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും പോവാം. ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്തു, ആ സീറ്റ് ഇഷ്ടപ്പെടാത്തത് കാരണം നീ അഡ്മിഷൻ റദ്ദ് ചെയ്തോ, അത് നീ അഡ്മിഷൻ എടുത്തില്ല, നോൺ ജോയിനിങ് ആയി, എന്നാൽ നിനക്കും എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാൻ നിനക്കും നോഡൽ ഓഫീസറെ കോൺടാക്ട് ചെയ്തിട്ട് നിനക്കും പോവാം. ഏത് കോളേജിലേക്കാണെന്ന് വെച്ചാൽ അതിൽ അങ്ങോട്ട് പോകാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അത് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അപേക്ഷിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അങ്ങനെയൊന്നുമില്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കേട്ടോ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ സ്പോട്ട് അഡ്മിഷന് വേണ്ടി എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം. എല്ലാവർക്കും അഡ്മിഷൻ നേടാൻ അവസരമുണ്ട്. 6-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ. ഈ അഡ്മിഷൻ എങ്ങനെ നേടാമെന്ന് തൊട്ട് ആർക്കൊക്കെ നേടാൻ വരെ ചുരുക്കി പറഞ്ഞാൽ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും നോഡൽ ഓഫീസറെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുമായിരിക്കും നിങ്ങൾ വന്ന് അഡ്മിഷൻ എടുത്തു എന്ന്. പക്ഷേ ചില കോളേജുകളിലൊക്കെ പ്രശ്നം വരാൻ പോകുന്നത് എന്താണ്, അവർ പറയും സീറ്റ് വേക്കൻസി ഫില്ലായി കഴിഞ്ഞു, പിന്നെ ഓൾറെഡി അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഏതെങ്കിലും വിദ്യാർത്ഥി സീറ്റ് ഒഴിഞ്ഞു പോയാലും എന്താണ് നിന്നെ കയറ്റാൻ പറ്റില്ല, കാരണം അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്നേ പറയുള്ളൂ. കാരണം മിക്ക കോളേജുകളിലും റാങ്ക് ലിസ്റ്റ് കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ടാകുക. റാങ്ക് ലിസ്റ്റ് തീർന്നാൽ മാത്രമാണ് പുറത്തുള്ള വിദ്യാർത്ഥികൾ, അതായത് സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കുക. റാങ്ക് ലിസ്റ്റ് ഉള്ള പക്ഷം റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക. എന്നാൽ പോലും എന്താണ്, റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ ചില കോഴ്സുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അധികം അപേക്ഷകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തം റിസ്ക് മെനക്കെടണം. അതായത് എന്താണ്, യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറുക, അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക, UG അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക, നോഡൽ ഓഫീസറായി നമ്പർ എടുക്കുക, കോൺടാക്ട് ചെയ്യുക, വിളിച്ച് ചോദിച്ചോളുക. ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിലാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളൂ. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോയി അഡ്മിഷൻ എടുത്തോളൂ. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, ഏത് കോഴ്സിന് ഏത് അഡ്മിഷൻ എടുക്കണമെന്ന്. പക്ഷേ പറയേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.